The next concept is access frequency. ഇപ്പോൾ എന്താണ് ഈ ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ആക്സസ് ഫ്രീക്വൻസി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്ഫുള്ളി ആക്സസിങ് എ ലൊക്കേഷൻ, സക്സസ്ഫുള്ളി ആക്സസിങ് എ memory level mi where there are i-1 misses at the lower level and hit at the mi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ, പർട്ടിക്കുലർ മെമ്മറി ലെവൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ലെവലിൻ്റെ ഹിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ആ പ്രീവിയസ് ലെവലിൻ്റെ മിസ്സസ്. അതാണ് ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. For example, suppose we want to find out the access frequency of this level 3. ഓക്കെ, അപ്പോൾ ലെവൽ 3യുടെ ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹിറ്റ് എടുക്കും. ഇതിൻ്റെ ഹിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് H3, ഹിറ്റ് മിസ് എന്ന് പറയുന്നത്, അല്ല ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് H3, ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ പ്രീവിയസ് ലെവൽസിൻ്റെ മിസ്സസ്. പ്രീവിയസ് ലെവലിൻ്റെ മിസ്, ഇതിൻ്റെ മിസ് എന്തായിരിക്കും? 1 - H2, ഇതിൻ്റെ മിസ് 1 - H1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി H3 മൾട്ടിപ്ലൈഡ് ബൈ 1 - H2 ഇൻറ്റു 1 - H1. ഇതാണ് ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇതാണ് ഈ ഫിഗർ വെച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഇതിൻ്റെ ഹിറ്റ് എന്ന് പറയുന്നത് H3 ആണ്. എന്താണ് ഈ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇൻഫർമേഷൻ ഇവിടെ ചെക്ക് ചെയ്തു, ഇവിടെ ഇല്ല, അപ്പോൾ ഇവിടെ മിസ്സായി, ഇവിടെ ഹിറ്റ് മിസ്സാണ്. ഇവിടെയും നോക്കി, ഇവിടെയും ഇല്ല, അപ്പോൾ ഇവിടെ ഹിറ്റ് മിസ്സാണ്. ഇവിടെ ഉണ്ട്, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹിറ്റുണ്ട്. ഓക്കെ, ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഹിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് H3 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഹിറ്റ് എടുക്കുക, H3 മൾട്ടിപ്ലൈഡ് ബൈ പ്രീവിയസ് ലെവൽസിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് മിസ്സ്. ഇതിൻ്റെ മിസ് എന്തായിരിക്കും? 1 - H2 അല്ലേ? 1 - H2. ഇതിൻ്റെ മിസ് എന്താണ്? 1 - H1. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ, അത്രയേ ഉള്ളൂ. നോക്കുക, അല്ല ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 - H1 ഇൻറ്റു 1 - H2 ഇൻറ്റു H3. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡെഫിനിഷനിലേക്ക് നോക്കുക. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്ഫുള്ളി ആക്സസിങ് എ പർട്ടിക്കുലർ ലെവൽ mi. നമ്മൾ mi M3 ആണെന്ന് വിചാരിക്കുക, ലെവൽ 3 ആണെന്ന് വിചാരിക്കുക. where there are i-1 misses. ഓക്കെ, i-1. ഇവിടെ 3, ലെവൽ 3 ആണെങ്കിൽ നമുക്കിവിടെ എത്ര മിസ്സസ് ഉണ്ടാവും? 3 - 1. 3 - 1 എന്ന് പറഞ്ഞാൽ 2 മിസ് അല്ലേ? ഇവിടെ മിസ്സായി, ഇവിടെ മിസ്സായി. ഓക്കെ, അതാണ് പറയുന്നത് mi where there are i-1 misses at the lower level and the hit at mi. ഓക്കെ, അപ്പോൾ നമ്മൾ മിസ് റേഷ്യോസ് എല്ലാം കൂടെ എടുക്കുക, ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഹിറ്റ് റേഷ്യോ. ഇതാണ് ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. Okay, the access frequency decreases very low rapidly from frequency decreases very rapidly from low to high level. അതായത് ലോ നിന്ന് ഹൈ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ആക്സസ് ഫ്രീക്വൻസി കുറയും. ഏറ്റവും കൂടുതൽ ആക്സസ് ഫ്രീക്വൻസി ഉള്ളത് ലോവസ്റ്റ് ലെവലിലാണ്. ഓക്കെ, ഏറ്റവും കുറവ് ആക്സസ് ഫ്രീക്വൻസി വരുന്നത് ഹയസ്റ്റ് ലെവലിലാണ്. ഓക്കെ, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യുന്നത് ഈ സംഭവമാണെന്നുള്ളതാണ്. ആക്സസ് ഫ്രീക്വൻസി ഹൈ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഫ്രീക്വൻ്റ്ലി ആക്സസിങ് ദിസ് ക്യാഷ്. ഓക്കെ, ബാക്കപ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്നത് ഇതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിൽ ലീസ്റ്റ് ഫ്രീക്വൻസി ആക്സസ് ചെയ്യുന്നത് ബാക്കപ്പും, എപ്പോഴും ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ക്യാഷും ആയിരിക്കും. ഓക്കെ, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആക്സസിൻ്റെ ക്യാഷും ആയിരിക്കും. അതാണ് പറയുന്നത്. ദ ആക്സസ് ഫ്രീക്വൻസി ഡിക്രീസസ് വെരി ലോ റാപ്പിഡ്ലി ഫ്രം ഫ്രീക്വൻസീസ് ഡിക്രീസസ് വെരി റാപ്പിഡ്ലി ഫ്രം ലോ ടു ഹൈ ലെവൽ. ലോയിൽ നിന്ന് ഹൈ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ആക്സസ് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് F1 ഗ്രേറ്റർ ദാൻ F2 ഗ്രേറ്റർ ദാൻ F3 ഇതിൻ്റെ ആക്സസ് ഫ്രീക്വൻസിയാണ് ഹൈ. F1 ഗ്രേറ്റർ ദാൻ F2 ഗ്രേറ്റർ ദാൻ F3 എക്സെട്ര അപ് ടു Fn. എത്ര ലെവലുണ്ടോ അത്രയും. ഓക്കെ, അപ്പോൾ വേറൊരു ഇംപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇംപ്ലിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഇന്നർ ലെവൽ ഓഫ് ദ മെമ്മറി ആർ ആക്സസ്ഡ് മോർ ഓഫൺ ദാൻ ദ ഔട്ടർ ലെവൽ. ഇന്നർ ലെവലാണ് നമ്മൾ ഓഫണായിട്ട് ആക്സസ് ചെയ്യുന്നത്, ഏതിനെക്കാട്ടിയും ഔട്ടർ ലെവലിനെക്കാട്ടി. ഓക്കെ, ഇപ്പോൾ ഈ ഹൈറാർക്കിയിൽ എപ്പോഴും ഇത് പറയണ്ടേ, ഇതാണ് ഇന്നർ ലെവൽ, ഇത് ഔട്ടർ ലെവൽ, താഴോട്ട് വരുന്നവർ ഔട്ടർ ലെവലാണ്. ഓക്കെ, ഇത് നമ്മൾ ഹൈറാർക്കി ലെവൽ പറയുമ്പോഴത്തേക്ക് ഇത് ഹൈ ലെവലും ഇത് ലോ ലെവലുമാണ്. ഓക്കെ,
സോറി, ഇത് ലോ ലെവൽ, ഇത് ഹൈ ലെവലാണ്. ഓക്കെ, ലോയിൽ നിന്ന് ഹൈ ലെവൽ, ലോയിൽ നിന്ന് ഹൈയിലായിട്ട് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഈ ഫിഗർ വെച്ചാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് എഫക്റ്റീവ് ആക്സസ് ടൈം. എഫക്റ്റീവ് ആക്സസ് ടൈം എന്താണെന്നുള്ളതാണ് അടുത്ത കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഹിറ്റ് റേഷ്യോ പഠിച്ചു, മിസ് റേഷ്യോ പഠിച്ചു അല്ലേ, പിന്നെ നമ്മൾ ഫ്രീക്വൻസി ആക്സസ് പഠിച്ചു, ദെൻ എഫക്റ്റീവ് ആക്സസ് ടൈമാണ് അടുത്തത്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ എഫക്റ്റീവ് ആക്സസ് ടൈം, എവറി ടൈം എ മിസ് ഒക്കേഴ്സ് എ പെനാൽറ്റി മസ്റ്റ് ബി പെയ്ഡ് ടു ആക്സസ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് മെമ്മറി. ഓരോ സമയം നമുക്ക് മിസ് ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് ഈ പെനാൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ പെനാൽറ്റിയും കൂടെ നമ്മൾ ഇതിനകത്ത് ടേക്ക് ഓവർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പെനാൽറ്റിയുടെ വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂ കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതാണ് എഫക്റ്റീവ് ആക്സസ് ടൈമിൻ്റെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. ദ മിസ്സസ് ഹാവ് ബീൻ കോൾഡ് ബ്ലോക്ക് മിസ്. നമ്മൾ ക്യാഷിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ ഇവിടെ ക്യാഷിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബ്ലോക്ക് മിസ് എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ ബ്ലോക്ക് മിസ് എന്ന് പറയും. കാരണം എന്താണ്, ഈ ക്യാഷിലുള്ള സാധനങ്ങളെല്ലാം ബ്ലോക്കായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് മിസ് എന്ന് പറയും. ഇനി മെയിൻ മെമ്മറി ഇല്ലെന്നുണ്ടെങ്കിലോ നമ്മളതിന് പേജ് ഫോൾട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് എല്ലാം പേജസ് ആയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ പേജസ് അവിടെ അവൈലബിൾ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ക്യാഷ് ഇറ്റ് ഈസ് കോൾഡ് ബ്ലോക്ക് മിസ്. ഇഫ് ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ മെയിൻ മെമ്മറി ഇറ്റ് ഈസ് കോൾഡ് പേജ് ഫോൾട്ട്. ഓക്കെ, നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി എഫക്റ്റീവ് ആക്സസ് ടൈം ഓഫ് എ മെമ്മറി ഹൈറാർക്കി, അതിൻ്റെ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n. ഐ ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞാൽ എത്ര ലെവലാണെന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് FI ഇൻറ്റു TI. FI ഇൻറ്റു TI നമ്മുടെ ഫ്രീക്വൻസിയുടെ കൂടെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫ്രീക്വൻസിയുടെ കൂടെ നമ്മൾ ഈ ഫ്രീക്വൻസി ഫോർമുലയുടെ കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്സസ് ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓരോ ലെവലിലെയും ആക്സസ് ടൈമും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ H1 T1. വാട്ട് ഈസ് H1? H1 ഈസ് ദ ഹിറ്റ് അറ്റ് ലെവൽ 1 അല്ലേ, ഹിറ്റ് റേഷ്യോ അറ്റ് ലെവൽ 1. T1 ഈസ് ദ ആക്സസ് ടൈം അറ്റ് ലെവൽ 1 പ്ലസ് ഇനി അടുത്തത് ഇനി പ്രീവിയസ് ഇതിൻ്റെ മിസ് അല്ലേ, 1 - H1 ഇതിൻ്റെ മിസ് 1 - H1 ഇൻറ്റു H2 T2. 1 - H1 ഇൻറ്റു H2 T2. H2 T2 എന്താണ്? H2 ഈസ് ദ ഹിറ്റ് റേഷ്യോ അറ്റ് എ പർട്ടിക്കുലർ സെക്കൻഡ് ലെവൽ. T2 ഈസ് ദ ആക്സസ് ടൈം അറ്റ് ദ സെക്കൻഡ് ലെവൽ. ഇനി നമ്മൾ തേർഡ് ലെവൽ ആകുമ്പോഴത്തേക്ക് 1 - H1 ഫസ്റ്റ് ലെവലിൻ്റെ ഫസ്റ്റ് ലെവലിൻ്റെ മിസ് ഇൻറ്റു സെക്കൻഡ് ലെവലിൻ്റെ മിസ് 1 - H2 ഇൻറ്റു H3 T3. എന്താണ് H3 എന്ന് പറഞ്ഞാൽ എന്താണ്? H3 ഈസ് ദ നമ്മുടെ H3 ഈസ് ദ ഹിറ്റ് റേഷ്യോ അറ്റ് ലെവൽ 3. ഓക്കെ, T3 എന്താണ്? ആക്സസ് ടൈം അറ്റ് ലെവൽ 3. ഓക്കെ, ഇതിങ്ങനെ പോകും. എത്ര ലെവലാണോ അത്രയും ലെവൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ എക്സാമിന് മാക്സിമം ഒരു 3 ലെവലൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയൊക്കെ വേണ്ടി വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് എഫക്റ്റീവ് ടൈം ആക്സസ് എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, നമ്മൾ ഇത് കണ്ടുപിടിക്കാനാണ്, ഈ ഒരു എഫക്റ്റീവ് ടൈം ആക്സസിൻ്റെ ഫോർമുല പറയാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കീവേഡ്സ് നമ്മൾ മനസ്സിലാക്കിയത്. എന്തൊക്കെ മനസ്സിലാക്കി? ഹിറ്റ് റേഷ്യോ അല്ലേ, മിസ് റേഷ്യോ, പിന്നെ നമ്മൾ ആക്സസ് ഫ്രീക്വൻസി, ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവ് ടൈം ആക്സസ് അല്ലേ, TEFF എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see a question. വൺ മോർ തിങ് ഈസ് ദർ, കോസ്റ്റ് എസ്റ്റിമേഷൻ. ഇത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ്, പ്രൈസ് എത്രയാണെന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ മെമ്മറി ഹൈറാർക്കി. ദ ടോട്ടൽ മെമ്മറി ഹൈറാർക്കിയുടെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്താണെന്നുള്ളത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫോർമുല CI ഇൻറ്റു SI. CI എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ലെവൽ ഓഫ് മെമ്മറിയുടെ കോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി.
ഇപ്പോൾ നമ്മൾ ലെവൽ വണ്ണിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ C1 എടുക്കും, C1 ഇൻറ്റു S1, വേർ C1 ഈസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ മൾട്ടിപ്ലൈഡ് ബൈ ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് 3 ലെവലുണ്ടെന്ന് വിചാരിക്കാം. 3 ലെവലിൻ്റെ ആവറേജ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ C total ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്താണ് ടോട്ടൽ സ്റ്റോറേജ് ലൊക്കേഷൻ, സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ടോട്ടൽ എടുക്കുക. അതാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് എടുക്കേണ്ട കാര്യം, കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ ഈ 2 ഫോർമുലാസ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. യു ആർ ആസ്ക്ഡ് ടു പെർഫോം എ കപ്പാസിറ്റി പ്ലാനിങ് ഫോർ എ 2 ലെവൽ മെമ്മറി. ഇപ്പോൾ നമുക്കിവിടെ 2 ലെവൽ മെമ്മറിയാണുള്ളത് അല്ലേ? ഏതൊക്കെ ലെവലാണെന്നുള്ളത് ഇപ്പോൾ പറയും. ദ ഫസ്റ്റ് ലെവൽ M1 ഈസ് എ ക്യാഷ്. M1 ക്യാഷാണ് വിത്ത് 3 കപ്പാസിറ്റി ചോയ്സ് ഓഫ് 64 KB. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന മെമ്മറിയിൽ 3 ചോയ്സസ് ഉണ്ട്. എന്തൊക്കെയാണ്? 64 KBയുടെ ഒരു കപ്പാസിറ്റി ഉള്ളൊരു ക്യാഷുണ്ട്, 3 ലെവൽ ക്യാഷുണ്ട്. 128 KBയുടെ കപ്പാസിറ്റി ഉള്ള ക്യാഷ്, 256 KB കപ്പാസിറ്റി ഉള്ള ക്യാഷ്. ഇനി സെക്കൻഡ് ലെവൽ M2 എന്ന് പറയുന്നത് എന്താണ്? മെയിൻ മെമ്മറിയാണ്. ആ മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4 MB ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലെവലുണ്ട്, M1ഉം M2ഉം. M1 എന്ന് പറയുന്ന ക്യാഷാണ്. ആ ക്യാഷിൽ തന്നെ 3 ലെവലുണ്ട്. 64 KB കപ്പാസിറ്റി ഉള്ളത്, 128 KB, 256 KB, ഈ 3 കപ്പാസിറ്റി ഉള്ള. ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. ആ മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി 4 MB ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ KB-യും ഇത് MB-യും ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ KB-യിലോട്ട് മാറ്റണം. KB-യിലോട്ട് മാറ്റാൻ നമ്മൾ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അതൊക്കെ നമുക്കിനി ഇതിൽ കാണാം. ഇനി ലെറ്റ് C1 ആൻഡ് C2 ബി ദ കോസ്റ്റ് പെർ ബൈറ്റ്. നമ്മൾ C1 C2 എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെയും കോസ്റ്റ്, ലെവൽ 1ൻ്റെ കോസ്റ്റും ലെവൽ 2ൻ്റെ കോസ്റ്റും. T1 ആൻഡ് T2 എന്ന് പറയുന്നത് എന്താണ്? ആക്സസ് ടൈം. എന്തിൻ്റെ ആക്സസ് ടൈം? T1 ഈസ് ദ ആക്സസ് ടൈം ഫോർ ലെവൽ 1 M1, T2 ഈസ് ദ ആക്സസ് ടൈം ഫോർ ലെവൽ 2 M2 അല്ലേ? അതാണ് പറയുന്നത്. ലെറ്റ് C1 ആൻഡ് C2 ബി ദ കോസ്റ്റ് പെർ ബൈറ്റ് ആൻഡ് T1 ആൻഡ് T2 ബി ദ ആക്സസ് ടൈം ഫോർ M1 ആൻഡ് M2 റെസ്പെക്റ്റീവ്ലി. അസ്യൂം C1 ഈക്വൾ ടു 20 C2. ഇപ്പോൾ C1 എന്ന് പറയുന്നത് നമുക്കൊരു റിലേഷനുണ്ട്. C1 ഈക്വൾ ടു 20 ഇൻറ്റു C2 ആൻഡ് T2 ഈക്വൾ ടു 10 ഇൻറ്റു T1. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദി ക്യാഷ് ഹിറ്റ് റേഷ്യോ ഫോർ ദി 3 കപ്പാസിറ്റീസ് ആർ അസ്യൂം ടു ബി 0.7, 0.9, 0.98 റെസ്പെക്റ്റീവ്ലി. ക്യാഷ് ഹിറ്റ് റേഷ്യോ നമ്മളെ H എന്ന് പറയുന്ന വാല്യൂ, അതായത് നമ്മുടെ ഏതിൻ്റെ ക്യാഷിൻ്റെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 3 വാല്യൂ തന്നിട്ടുണ്ട്. 0.7, 0.9 ആൻഡ് 0.98 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ആവറേജ് ആക്സസ് ടൈം? ആവറേജ് ആക്സസ് ടൈം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആക്സസ് ടൈം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് T1 ഈക്വൾ ടു 20 നാനോസെക്കൻഡ്. അതായത് ആക്സസ് ടൈം ഫോർ നമ്മുടെ ക്യാഷിൻ്റെ T1 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവൽ M1ൻ്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് 20 നാനോസെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 20 നാനോസെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം അല്ലേ? വാട്ട് ഈസ് ദ ആവറേജ് ആക്സസ് ടൈം? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ ആവറേജ് ആക്സസ് ടൈമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കുന്നത് എക്സ്പ്രസ് ദ ആവറേജ് ബൈറ്റ് കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ മെമ്മറി ഹൈറാർക്കി. ആവറേജ് ബൈറ്റ് കോസ്റ്റാണ്, ടോട്ടൽ കോസ്റ്റ് അല്ല, ആവറേജ് ആണ്. ആവറേജ് കോസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ കപ്പാസിറ്റീസ് അല്ലേ? അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ C2 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് C2? C2 ഈസ് ദ കോസ്റ്റ് ഓഫ് ദ എന്താണ് ഇതിൻ്റെ കോസ്റ്റാണ് നമ്മുടെ M2 ലെവൽ, അതായത് പ്രൈമറി മെമ്മറിയുടെ മെയിൻ മെമ്മറിയുടെ കോസ്റ്റാണ് $0.2 പെർ KB എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള സാധനമാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വേണ്ട സാധനങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഹിറ്റ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷിൻ്റെ ഹിറ്റ് റേഷ്യോ ഏതൊക്കെയാണ്? 3 ലെവൽ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതിൻ്റെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്?
The cash hit ratio for the three capacities are assumed to be 0.7, 0.9 and 0.98 അല്ലേ 0.7, 0.9, 0.98. ഓക്കെ, പക്ഷേ മെയിൻ മെമ്മറിയുടെ ഹിറ്റ് റേഷ്യോ തന്നിട്ടില്ല. അത് ഒബ്വിയസ്ലി തന്നിട്ടില്ലെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി 1 ആയിരിക്കും. ഓക്കെ, ഹിറ്റ് റേഷ്യോ തന്നിട്ടില്ല. ഹിറ്റ് റേഷ്യോ നമുക്ക് എന്താണ്? ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇൻഫർമേഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ലെവലാണ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിറ്റ് റേഷ്യോ മെയിൻ മെമ്മറി ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അത് നമുക്ക് അറിയാം. ഇനി അടുത്ത കപ്പാസിറ്റി തന്നിട്ടുണ്ട്. 3 ലെവൽ ക്യാഷിൻ്റെയും കപ്പാസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ക്യാഷിൻ്റെ കപ്പാസിറ്റി S1 എന്താണ് തന്നിട്ടുള്ളത്? കപ്പാസിറ്റി 64 KB 128 256. അതിവിടെ എഴുതുക, 64 128 256. മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി എത്രയാണ്? M2 മെയിൻ മെമ്മറിയുടേത് 4 MB അല്ലേ. 4 MB തന്നെയാണ്, എപ്പോഴും 4 MB തന്നെയാണ്. ഓക്കെ, ഇനി ക്യാഷിൻ്റെ ആക്സസ് ടൈം തന്നിട്ടുണ്ട്. T1 തന്നിട്ടുണ്ട്. T1 ഈസ് ദ ആക്സസ് ടൈം ഫോർ ക്യാഷ്. T1 = 20 നാനോസെക്കൻഡ്. ഓക്കെ, ഇതിന് നമുക്ക് മെയിൻ മെമ്മറി ആക്സസ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വി ആർ ഹാവിങ് എ റിലേഷൻ. ഇങ്ങനെ ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? എന്ത് റിലേഷനാണ് നോക്കിക്കേ. T1 T2 10 T1 എന്ന് പറഞ്ഞിട്ടുണ്ട്. T2 = 10 T1 എന്ന് പറയുന്നൊരു റിലേഷൻ തന്നിട്ടുണ്ട്. T2 = 10 T1. ഓക്കെ, അപ്പോൾ T2 = 10 T1 എന്ന റിലേഷൻ തന്നിട്ടുണ്ട്. വി ആർ ഓൾസോ ഹാവിങ് T1. അത് നമുക്ക് T2 കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 10 × 20 = 200 നാനോസെക്കൻഡ് ആണ് മെയിൻ മെമ്മറിയുടെ ആക്സസ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ T1 ഉണ്ടായിരുന്നു, T2 നമുക്ക് കിട്ടി. ഇനി മെയിൻ മെമ്മറിയുടെ കോസ്റ്റ് തന്നിട്ടുണ്ട്. മെയിൻ മെമ്മറിയുടെ കോസ്റ്റ് എത്രയാണ്? ദ എൻറ്റയർ മെമ്മറി, ദ കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ മെയിൻ മെമ്മറി C2. ഇഫ് C2 ഈസ് എന്താണ്? C2 എന്ന് പറഞ്ഞാൽ M2യുടെ കോസ്റ്റാണ്. M2 എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ മെമ്മറിയാണ് അല്ലേ. M2 ആയിട്ടുള്ള മെയിൻ മെമ്മറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് $0.2 ആണ്. ഇനി നമുക്ക് C1 കണ്ടുപിടിക്കാൻ നമുക്കൊരു റിലേഷൻ ഉണ്ട്. C1 = 20 × C2. C1 = 20 × C2. അപ്പോൾ 20 × C2, 20 × 0.2 = $4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവറേജ് ആക്സസ് ടൈം അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്സസ് ടൈം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് 2 ലെവലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 ലെവലേ ഉള്ളെങ്കിൽ നമുക്ക് എത്ര എടുത്താൽ മതി? ഇത്ര എടുത്താൽ മതി അല്ലേ. H1 T1 + 1 - H1 × H2 T2. 2 ലെവലേ ഉള്ളൂ. ഓക്കെ, അത്ര എടുത്താൽ മതി. അത്രേ എടുത്തിട്ടുള്ളുണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് ആക്സസ് ടൈം H1 T1 × 1 - H1 × H2 × T2. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലെവൽ ക്യാഷുണ്ട്. അപ്പോൾ ഓരോ ക്യാഷിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ക്യാഷ് 1 ആക്സസ് ടൈം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ക്യാഷ് 1 ആക്സസ് ടൈം എന്ന് പറയുന്നത് H1 × T1. What is H1? 0.7. What is T1? T1 is, we have already found out, which is how much? T1 is 20 അല്ലേ. അപ്പോൾ 0.7 × 20. ഓക്കെ, പ്ലസ് 1 - H1. 1 - H1 എത്ര വരും? 1 - H1 എന്നാൽ 1 - 0.7 എന്ന് പറയുന്നത് 0.3 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ H2 T2. What is H2? H2 is 1. What is T2? T2 is how much? T2 is 200. We have already found out. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 - 0.7 × 1 × 200 which is equal to 700 നാനോസെക്കൻഡ്. ഓക്കെ, ഇതാണ് ആക്സസ് ടൈം ഫോർ ക്യാഷ് 1. ഇനി ക്യാഷ് 2ൻ്റെ അതുപോലെ കണ്ടുപിടിക്കുക. ക്യാഷ് 2ൻ്റെത് ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.9 ആണ്. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. 0.9 × 20 + 1 - 0.9 അല്ലേ. 1 - H1 എന്ന് പറയുന്നത് നമുക്ക് H2 ആവും അല്ലേ. സോറി, ഇവിടുത്തെ H1 എന്ന് പറയുന്നത് 0.9 ആണ് അല്ലേ. 1 - 0.9 × 1 × 200 which is 38 നാനോസെക്കൻഡ്. ഇനി ക്യാഷ് 3ൽ ആക്സസ് ടൈം അങ്ങനെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ H1 നമ്മുടെ ഹിറ്റ് റേഷ്യോ 0.9 × 20 അല്ലേ. T1 സെയിം തന്നെയാണ്. അടുത്ത +1 - 0.98 × 1 × 200 which is 23.6 നാനോസെക്കൻഡ്. ക്ലിയർ? അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ആക്സസ് ടൈം കിട്ടും. എന്തുകൊണ്ടാണ് നമ്മളിത് 3 പ്രാവശ്യം കണ്ടുപിടിച്ചത്? കാരണം നമുക്ക് ക്യാഷ് 3 ലെവൽ ഉള്ളതുകൊണ്ടാണ്.
സാധാരണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ അങ്ങനെ വരില്ല, ഒറ്റ ക്യാഷ് ലെവലേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചാൽ മതിയാകും. ഓക്കെ, നോട്ട് ചെയ്യുക. ഒരു ക്യാഷ് ലെവലേ ഉള്ളതുണ്ടെങ്കിൽ, ഒരു ക്യാഷ് ലെവലും ഒരു മെമ്മറിയും മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, വേറെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഈ 3 ലെവലായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് ബൈറ്റ് കോസ്റ്റ് അല്ലേ, ആവറേജ് കോസ്റ്റ് പെർ ബൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ സെയിം പ്രീവിയസിലുണ്ടായിരുന്ന സെയിം സാധനം ഞാൻ ഇവിടെയും കോപ്പി ചെയ്തു. ഇനി ആവറേജ് ബൈറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം. ക്യാഷ് 1ൻ്റെയും ക്യാഷ് 2ഉം ക്യാഷ് 3 3 ലെവലില്ലേ, 3 ലെവലിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ആവറേജ് ക്യാഷ് 1ൻ്റെ കേസിൽ ആവറേജ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാഷ് 1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവറേജ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? C1 ഇൻറ്റു S1 പ്ലസ് C2 ഇൻറ്റു S2 ബൈ S1 ബൈ S2, S1 പ്ലസ് S2, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല. ഈ സി ടോട്ടൽ ബൈ S1 പ്ലസ് S2 എന്ന് പറഞ്ഞില്ലേ, എക്സെട്രാ അപ് ടു SN, ഈ സംഭവമാണ്. ഈ സി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, CI ഇൻറ്റു SI അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ C1 ഇൻറ്റു S1, വാട്ട് ഈസ് C1? ദ കോസ്റ്റ് ഓഫ് ദ ക്യാഷ് 1 അല്ലേ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ്? C1 നമ്മൾ നേരത്തെ കണ്ടു 4. S1 എന്താണ്? S1 ഈസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ക്യാഷ്. ഫസ്റ്റ് ലെവൽ ഓഫ് ക്യാഷിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പം 4 ഇൻറ്റു 64. അപ്പോൾ C1 S1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 64. ഇനി C2 S2, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ മെയിൻ മെമ്മറി? അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.2 ആണ് അല്ലേ, 0.2 ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ, നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ 4 ഇൻറ്റു, ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എത്രയാണ്? ഇതിൻ്റെ ലൊക്കേഷൻ 4 MB ആണ്. അപ്പോൾ ഇത് 4 MB, ഇത് MB, ഇത് KB, അങ്ങനെ നമുക്ക് പറ്റില്ല. ഇതിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? KB-ലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഇൻറ്റു 4ൻ്റെ കൂടെ KB-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ 1024 മൾട്ടിപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും C1 S1 പ്ലസ് C2 S2 ആവും. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ എന്താ വേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് കപ്പാസിറ്റീസ്, സ്റ്റോറേജ് ലൊക്കേഷൻസ് അല്ലേ, S1 പ്ലസ് S2. ഓക്കെ, അപ്പം S1, അപ്പോൾ ഈ ക്യാഷ് 1ൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ 64 പ്ലസ് 4 ഇൻറ്റു 1024. ഓക്കെ, 64 പ്ലസ് 4 ഇൻറ്റു 1024. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് $0.26. ഇനി നമ്മൾ ക്യാഷ് 2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സെക്കൻഡ് ലെവൽ ഓഫ് ക്യാഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെ മാറും, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ മാറും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത C1 S1 പ്ലസ് C2 S2 ബൈ S1 പ്ലസ് S2. അപ്പോൾ ഇവിടെ S1 എന്നുള്ളത് സ്റ്റോറേജ് കപ്പാസിറ്റി മാറി, 64 എന്നുള്ള 128 ആയിട്ടുണ്ട്. 4 ഇൻറ്റു 128 പ്ലസ് 0.2 ഇൻറ്റു 4 ഇൻറ്റു 1024 ഡിവൈഡഡ് ബൈ 128. ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 128 പ്ലസ് 4 ഇൻറ്റു 1024. 128 പ്ലസ് 4 ഇൻറ്റു 1024, ദാറ്റ് ഈസ് $0.32. ഇനി ക്യാഷ് 3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര? അതിതുപോലെ അല്ലേ, നമുക്ക് ഇവിടെ 128 എന്നുള്ള മാറി 256 ആയി. ഓക്കെ, ഇവിടെ നമുക്ക് 256 പ്ലസ് 4 ഇൻറ്റു 1024 വിച്ച് ഈസ് $0.43. ഇതാണ് ഇതിൻ്റെ ആൻസർ. അല്ലേ, അപ്പം നമുക്ക് ഈ ലെവൽ, മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ക്യാഷ് ഇല്ലയെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് സംഭവം തീർക്കാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ ലെവൽസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്യാഷ് ലെവലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റും നമ്മൾ എഫക്റ്റീവ് ആക്സസ് ടൈമും നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ടൈമിൻ്റെ ഫോർമുലയും നിങ്ങൾ ഇതുപോലെ ആവറേജ് കോസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആയിരുന്നെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ മെമ്മറി ഹൈറാർക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് C1 S1 പ്ലസ് C2 S2 മാത്രം ചെയ്താൽ മതി. ആവറേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 എന്ന് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊന്ന് നമുക്ക് തിയറി വരത്തില്ല, ഈ പ്രോബ്ലം മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഞാൻ എക്സസൈസ് പ്രോബ്ലം തരാം, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.